ഒരു 2 മണിക്കൂർ കഴിയുമ്പോൾ അലാറം ഓഫ് ചെയ്ത് നമുക്ക് ഒന്നുകൂടി ഒന്ന് വിശദമായിട്ട് കാണണം വേണ്ടേ? ഒരു കള്ളച്ചിരിയോട് അവളെ മറിച്ചിട്ട് അടിയിലാക്കി ചെക്കൻ പറഞ്ഞതും കാവ്യ നിഷ്കുചമഞ്ഞോട് അടുത്ത ഗോളടിച്ചു. ഇനിയിപ്പോ എന്താ കാണാൻ ബാക്കിയുള്ള? നീ എല്ലാം കണ്ടില്ലേ? ഞാനും ക്ലിയർ കട്ടായിട്ട് എല്ലാം കണ്ടു. ആ ത്രില്ലങ്ങ് പോയി. നീ ഉറങ്ങിക്കോ, അതല്ല ഇല്ലേ വള്ളയെടുത്ത് തലക്കടിച്ച് നിന്നെ ഒട്ടുക്കത്ത് ഉറക്കാൻ കുറക്കും പറഞ്ഞുകൊണ്ട് അവനൊന്നും മറന്നു. കാവേരി കള്ളച്ചിരിയോട് അവനെ ചുറ്റിപ്പിടിച്ച് കിടന്നു. കിരണിന് ഇതുപോലെ ഊക്കി വിടുമ്പോൾ കിട്ടുന്ന മനസ്സുഖം ബിരിയാണി കഴിച്ചാൽ പോലും കിട്ടില്ല കുട്ടിക്ക്. സ്വന്തം മുറിയിൽ ഉറക്കം നഷ്ടപ്പെട്ട് 1 മണിക്കൂറായി നീലാംബരി കണ്ണുമിഴിച്ച് കിടക്കുന്നു. പിന്നീട് ഉറങ്ങിപ്പോയി. അല്ല പിന്നെ 2 ദിവസത്തെ ഉറക്കമുണ്ട് കുട്ടിക്ക്. ഉണ്ണിയോട്ടോ ഫോൺ എടുക്കലെന്ന് കരുതി കരയാൻ പറ്റുമോ ഇനി? ആ മുതൽ തനിക്ക് മാത്രമുള്ളതാണെന്നും അങ്ങനെ ഇങ്ങനെയൊന്നും അവൻ പോയില്ലെന്ന് നീലാംബരിക്ക് അറിയാം. മിണ്ടിയില്ലെങ്കിൽ മിണ്ടിക്കാനുള്ള വഴി നീലാംബരിക്ക് നല്ല പോലെ അറിയാം. മിസ് യു ചക്കരേ, എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ടേ. അതുകൊണ്ട് കലിപ്പൻ സാറ് മിണ്ടാതെ കിടന്ന് ഉറങ്ങിക്കോ. കലിപ്പന്റെ ദേഹത്തുകൂടിയ ബാധ ഒഴിപ്പിക്കാൻ മോൾക്കിപ്പോൾ മനസ്സില്ല. ഈ രാത്രി എന്റെ പട്ടി വിളിക്കുകയാളെ എന്നൊരു മെസ്സേജ് വാട്സാപ്പ് അയച്ച് അന്തസ്സായി കിടന്നുറങ്ങി നീലാംബരി. ആ മെസ്സേജ് വായിച്ച ജാനൻ ചിരിച്ചു. റിപ്ലൈ ഒന്നും കൊടുത്തില്ല. ഫോൺ ലോക്കാക്കി അവൻ പില്ലോയിൽ മുഖം പൂഴ്ത്തി. ഉറങ്ങിക്കോ മോളെ, ഇന്ന് നിന്റെ അവസാനത്തെ ഉറക്ക. നാളെ മുതലൊന്ന് ഉറങ്ങാൻ നീ എൻ്റെ മുന്നിൽ കെഞ്ചും. അതാ ഞാൻ നിനക്ക് തരുന്ന പണിഷ്മെന്റ്. നിന്നോട് ഞാൻ ഒരിക്കൽ പറഞ്ഞിട്ടില്ലേ നില, യുവർ കമ്മിങ് നൈറ്റ്സ് ആർ സോ സ്കാരി.